എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആർദ്ര. നമ്മുടെ വരാനിരിക്കുന്ന CPO പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സഹായകമാകുന്ന ഒരു 25 മലയാളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഒരു പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കാണണം. ഇപ്പോഴത്തെ ഒരു പരീക്ഷയുടെ ഒരു ട്രെൻഡ് അറിയാനും ആ ഒരു പാറ്റേൺ മനസ്സിലാക്കാനും അപ്പൊ ഈ ഒരു ചോദ്യങ്ങളിലൂടെ ആവർത്തിച്ച് കടന്നു പോകുന്ന സമയത്ത് പരീക്ഷാ പേപ്പറിലെ ചോദ്യത്തിലും നമുക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, കേൾക്കുക, പഠിക്കുക. അപ്പൊ നമ്മൾ ചോദ്യങ്ങളിലേക്ക് കടന്നാലോ? ആദ്യത്തെ ചോദ്യം നോക്കാം. നിഷ്ഫല യജ്ഞം എന്നർത്ഥം വരുന്ന ശൈലി തിരഞ്ഞെടുക്കുക. ഈ അടുത്തൊരു പരീക്ഷയ്ക്കും ഇതുപോലെ തന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഭടവാക്ക്, കാകദന്ത ഗവേഷണം, നാരദക്രിയ, അമ്ല പരീക്ഷണം. ഇതില് നിഷ്ഫല യജ്ഞം എന്നർത്ഥം വരുന്ന ശൈലി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഭടവാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അർത്ഥശൂന്യമായ സംസാരം എന്നാണ്. എന്താണ് ഭടവാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അർത്ഥശൂന്യമായ സംസാരം എന്നുള്ളതാണ് അർത്ഥം. അതുപോലെ തന്നെ കാകദന്ത ഗവേഷണം, നമ്മൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ കാകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കാക്ക. കാക്കയുടെ ദന്തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗവേഷണം. ഗവേഷണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം എന്നാണ്. അതാണ് നിഷ്ഫല യജ്ഞം എന്നർത്ഥമുള്ള ശൈലി. കാകദന്ത ഗവേഷണം എന്നുള്ളതാണ് നിഷ്ഫല യജ്ഞം എന്നർത്ഥമുള്ള ശൈലി. അതുപോലെ തന്നെ നാരദക്രിയ. നാരദക്രിയ എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? നാരദക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരദൻ ആരാണ്? ഒരു കാര്യം വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുന്ന നമ്മുടെ പുരാണ കഥാപാത്രമാണ്. അപ്പൊ ഈ പരദൂഷണം പറച്ചിലിനെയാണ് നമ്മൾ നാരദക്രിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അമ്ല പരീക്ഷണം എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർണായകമായിട്ടുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള ഒരു സമയത്തെ കുറിക്കാനാണ് അമ്ല പരീക്ഷണം എന്ന് പറയുന്ന ശൈലി ഉപയോഗിക്കുന്നത്. അപ്പൊ കാകദന്ത ഗവേഷണം എന്ന് പറയുന്ന ശൈലിയാണ് നിഷ്ഫല യജ്ഞം. നമുക്ക് നിഷ്ഫലമായിട്ടുള്ള ഒരു യജ്ഞം, ഫലമൊന്നുമില്ലാതെ വെറുതെ ഉള്ള കാകദന്ത ഗവേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫലവും നമുക്ക് ലഭിക്കാത്ത ഒരു യജ്ഞമാണ്, ഒരു പ്രവർത്തനമാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ നിഷ്ഫല യജ്ഞം, കാകദന്ത ഗവേഷണം. കാകതാലീയ ന്യായം. കാകതാലീയ ന്യായം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ശൈലിയുടെ അർത്ഥം എന്താണ്? കാകതാലീയ ന്യായം. കാരണം ഇല്ലാത്തതിനെ കാരണമുള്ളതാക്കി പറയുന്നതിനെയാണ് എന്താ പറയുന്നത്? കാകതാലീയ ന്യായം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇല്ലാത്ത കാരണത്തിനെ അത് കാരണമാക്കി ഉണ്ടെന്നുള്ള രീതിയിൽ പറയുന്നതിനെയാണ് കാകതാലീയ ന്യായം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം കാകദന്ത ഗവേഷണം, നിഷ്ഫല യജ്ഞം, കാകതാലീയ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തൊരു കാരണത്തിനെ ഉള്ളതാക്കി പറയുന്നതിനെയാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? നിരാമയം എന്ന പദത്തിന്റെ പിരിച്ചെഴുത്ത് രൂപം ഏത്? നിരാമയം എന്ന പദത്തിന്റെ പിരിച്ചെഴുത്ത് രൂപം നിര അധികം ആമയം, നീ അധികം രാമയം, നിര അധികം മയം, നിർ അധികം ആമയം. നിരാമയം എന്ന് പറയുന്ന പദത്തിനർത്ഥം എന്താണ്? നിരാമയം രോഗമില്ലാത്തത് എന്നൊക്കെയുള്ളതാണ് നിരാമയം എന്ന് പറയുന്ന പദത്തിനർത്ഥം. നിരാമയം. നിരാമയം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം എന്താണ്? നിരാമയം. നിരാമയം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് ആമയം എന്നുള്ളതാണ്. ആമയം. അപ്പൊ നമ്മുടെ ചോദ്യം നിരാമയം പിരിച്ചെഴുതുന്നത് എങ്ങനെ? നിർ ആമയം എന്നുള്ളതാണ് നിരാമയമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഇതും ശരിയായിട്ടുള്ളതാണ്. നിർ ആമയം എന്നുള്ളതാണ് നിരാമയമായിട്ട് മാറുന്നത്. നിർ ആമയം, നിരാമയം, ആമയം ഇല്ലാത്തത് എന്നുള്ള അർത്ഥത്തില്. ഇപ്പം രോഗമില്ലാത്തത്, നല്ലൊരു അർത്ഥത്തെ, പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് നിരാമയം എന്ന് പറയുന്ന പദം. അപ്പൊ നിർ ആമയമാണ് നിരാമയമായിട്ട് മാറുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കിയാലോ? പ്രേഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം ഏത്? നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരു പദം തന്നെയാണ് പ്രേഷകൻ. പ്രേഷകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേഷകൻ എന്ന് പറഞ്ഞാൽ സന്ദേശം അയക്കുന്ന ആളിനെയാണ് പ്രേഷകൻ എന്ന് പറയുന്നത്. നമ്മള് പരീക്ഷയ്ക്ക് ഇത് പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ഫ്രം എന്ന് പറയുന്ന നമ്മുടെ സർക്കാർ ഔദ്യോഗിക ലെറ്ററുകൾ, കത്തുകളൊക്കെ എഴുതുന്ന സമയത്ത് ഫ്രം എന്നതിനെ കുറിക്കാനായിട്ട് ശരിയായിട്ട് ഉപയോഗിക്കുന്ന മലയാള പദം ഏത് എന്ന് ചോദിക്കാറുണ്ട്. അതാണ് പ്രേഷകൻ. സന്ദേശം അയക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിലാണ് പ്രേഷകൻ. പ്രേഷകൻ എന്ന് പറയുന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം ഏത് എന്നുള്ളതാണ് ചോദ്യം. സ്ത്രീലിംഗ രൂപം പ്രേഷിതയാണോ, പ്രേക്ഷിതയാണോ, പ്രേഷകയാണോ, പ്രേക്ഷകയാണോ? പ്രേഷകൻ
പ്രേഷകൻ എന്ന് പറയുന്ന വാക്കിന്റെ എതിർലിംഗം എന്ന് പറയുന്നത്, സ്ത്രീലിംഗം എന്ന് പറയുന്ന പ്രേഷകയാണ്. പ്രേഷക. ഓക്കെ, ഇനി പ്രേക്ഷകനുണ്ട്. പ്രേക്ഷകൻ. പ്രേക്ഷകൻ ആരാ? പ്രേക്ഷകൻ. കാണുന്ന ആളിനെയാണ് പ്രേക്ഷകൻ എന്ന് പറയുന്നത്. അതിന്റെ സ്ത്രീലിംഗ രൂപം എന്ന് പറയുന്നത് പ്രേക്ഷകയാണ്. പ്രേക്ഷക. പ്രേക്ഷക. കിട്ടിയല്ലോ. ഇവിടെയും കൺഫ്യൂഷൻ വരുന്ന മറ്റൊരു കാര്യമാണ്, അങ്ങനെയാണെങ്കിൽ പ്രേഷിതൻ, പ്രേഷിതൻ ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. പ്രേഷിതൻ എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന ആൾ. നമ്മൾ ടു എന്ന് പറഞ്ഞ് എഴുതത്തല്ലേ, ടു, അതാണ് സ്വീകരിക്കുന്ന ആളിനെയാണ്, സ്വീകരിക്കുന്ന ആളിനെയാണ് നമ്മൾ പ്രേഷിതൻ എന്ന് പറയുന്നത്. പ്രേഷിതൻ. പ്രേഷകൻ എന്ന് പറയുന്നത് സന്ദേശം അയക്കുന്ന ആള്, പ്രേഷിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ആള്. പ്രേഷകന്റെ സ്ത്രീലിംഗ രൂപം പ്രേഷക, പ്രേഷിതന്റെ ആകുമ്പോ പ്രേഷിത. പ്രേഷിത എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രേഷിതന്റെ സ്ത്രീലിംഗ രൂപം, പ്രേഷിത എന്നുള്ളതാണ്. അപ്പൊ അത് ശ്രദ്ധിക്കണേ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ. സമത എന്ന വാക്കിന്റെ സമാനാർത്ഥത്തിലുള്ള പദം കണ്ടെത്തുക. സമത, ഭംഗി, തുല്യത, സമ്മതം, കൃത്യത. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഉത്തരവാണ് സമത. സമത. സമത എന്ന് പറയുന്ന വാക്കിന്റെ തുല്യമായിട്ടുള്ള പദം എന്ന് പറഞ്ഞാൽ തുല്യത എന്നുള്ള പദമാണ്. തുല്യതയാണ് സമത എന്ന് പറയുന്ന വാക്കിന്റെ എന്താണ് അതേ അർത്ഥത്തിലുള്ള പദം. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാൽ 12 വർഷക്കാലം എന്നതിന്റെ ഒറ്റപ്പദം ഏത്? 12 വർഷക്കാലം എന്നതിന്റെ ഒറ്റപ്പദം ഏത്? വ്യാഴവട്ടം, സഹസ്രം, അഷ്ടകം, പതികം. ഇതിലേതാണ് 12 വർഷക്കാലം എന്നുള്ളതിന്റെ എന്താണ് ഒറ്റപ്പദം? വ്യാഴവട്ടം എന്നുള്ളതാണ്. ഒരു വ്യാഴവട്ടക്കാലം എന്നൊക്കെ പറയാറുണ്ട്. വ്യാഴവട്ടം എന്നുള്ളതാണ് 12 വർഷം എന്നുള്ളതിന്റെ ഒറ്റപ്പദം. ഇനി ദശം എന്ന് പറഞ്ഞാൽ എന്താണ്? ദശം. ദശം എന്ന് പറഞ്ഞാൽ 10 ആണ്. ശതം എന്ന് പറഞ്ഞാലോ? ശതം 100 ആണ്. ഇനി സഹസ്രം എന്ന് പറഞ്ഞാലോ? സഹസ്രം എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000. അതുപോലെ അഷ്ടം എന്ന് പറയുന്ന പദം, അഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 എന്നുള്ളതാണ്. നവം എന്താണ്? നവം എന്ന് പറഞ്ഞാൽ 9 എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ വ്യാഴവട്ടം എന്ന് പറയുന്നതാണ് 12 വർഷക്കാലം അല്ലെങ്കിൽ 12 വർഷം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് വ്യാഴവട്ടം എന്ന് പറയുന്ന പദം. മലയാളത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പുണ്ട്, വ്യാഴവട്ട സ്മരണകൾ എന്ന് പറയുന്ന പേരുള്ള. നമ്മുടെ സ്വദേശാഭിമാനി പത്രപ്രവർത്തകനായിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ഭാര്യയായിട്ടുള്ള ബി കല്യാണിയമ്മ രചിച്ച പുസ്തകമാണ് വ്യാഴവട്ട സ്മരണകൾ എന്ന് പറയുന്നത്. അതായത് സ്വദേശാഭിമാനിയും ബി കല്യാണിയമ്മയും ഒന്നിച്ച് ജീവിച്ചിരുന്ന 12 വർഷത്തെ കാലത്തുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് വ്യാഴവട്ട സ്മരണകൾ എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പ്. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുത്വ സൂചന നൽകുന്ന പദം തിരഞ്ഞെടുക്കുക. ബഹുത്വ സൂചന നൽകുന്ന പദം തിരഞ്ഞെടുക്കുക. ബഹുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലാത്തത്, ഒന്നിൽ കൂടുതലുള്ളതിനെയാണ് നമ്മൾ ബഹുത്വ സൂചന എന്ന് പറയുന്നത്. സ്വാമികൾ, ഉദ്ധവർ, ചൊന്നവർ, വസുദേവർ. ഇതിലേതാണ് ഒന്നിൽ കൂടുതലുള്ള എണ്ണത്തിനെ സൂചിപ്പിക്കുന്നത്? സ്വാമികൾ. സ്വാമികൾ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ എണ്ണത്തിനെ സൂചിപ്പിക്കുന്നതാണോ? അല്ല. സ്വാമികൾ എന്ന് പറയുന്നത് ഒരാളെ തന്നെ ബഹുമാന സൂചകാർത്ഥം സൂചിപ്പിക്കുന്നതാണ്. അതിനാണ് നമ്മൾ സ്വാമി എന്ന പദത്തിലൂടെ കൾ എന്ന് പറയുന്ന പ്രത്യയം ചേർത്തിരിക്കുന്നത്. ഇനി ഉദ്ധവർ. ഉദ്ധവറും അതുപോലെ തന്നെയാണ്, ഒന്നിൽ കൂടുതലുള്ള ആളെ അല്ല, എണ്ണത്തെ അല്ലെങ്കിൽ ബഹുമാന സൂചകാർത്ഥമാണ് ഉദ്ധവർ, ആർ എന്ന് പറയുന്ന പ്രത്യയം ചേർത്തിരിക്കുന്നത്. ഇനി ചൊന്നവർ. ചൊന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊല്ലുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ ഒന്നിൽ കൂടുതലുള്ള എണ്ണത്തിനാണ്. ചൊന്നവർ എന്ന് പറഞ്ഞാൽ ചൊല്ലുന്നവർ എന്നുള്ള അർത്ഥമാണ്. ചൊന്നവർ, പറഞ്ഞവർ, ചൊല്ലിയവർ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ചൊന്നവർ എന്നുള്ളതാണ് ഇവിടെ ബഹുത്വ സൂചന നൽകുന്ന പദം. ഇനി വസുദേവറോ? വസുദേവർ എന്ന് പറയുന്ന പദവും എന്താണ്? ബഹുമാന സൂചകാർത്ഥമാണ്. നമ്മൾ ആർ എന്ന് പറയുന്ന പ്രത്യയം ഇവിടെ ചേർത്തിരിക്കുന്നത്. ആള് ഒരാള് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താണ്? ചൊന്നവർ എന്ന് പറയുന്ന പദമാണ്. ചൊല്ലുന്നവർ, പറഞ്ഞവർ, ചൊല്ലിയവർ എന്നുള്ള അർത്ഥത്തിലുള്ള പദമാണ് ബഹുത്വ സൂചന നൽകുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്നത്. അവിടെ ഒരാളെയാണോ? അല്ല. അപ്പൊ അത് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നോക്കിയാലോ. ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക. ശുദ്ധരൂപം പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അഷ്ടമുഷ്ടി, 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 അഷ്ടമുഷ്ടി. ഇതിലേതാണ് ശരിയായിട്ടുള്ള പദം എന്നുള്ളതാണ് ചോദ്യം. ഇതിലേതാണ് ശരിയായി എഴുതിയിരിക്കുന്ന പദം?
ഏതാണ്? അഷ്ടമുഷ്ടി എന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നതാണ് ശരിയായിട്ടുള്ള പദം. അഷ്ടം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അഷ്ടം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അഷ്ടം എന്ന് പറഞ്ഞാൽ 8. മുഷ്ടി എന്ന് പറഞ്ഞാൽ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്നതിനാണ് മുഷ്ടി എന്ന് പറയുന്നത്. മുഷ്ടി എന്ന് പറയുന്ന വാക്ക് എഴുതുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ നേരത്തെ പഴയ കാലത്തൊക്കെ അഷ്ടമുഷ്ടി എന്ന് പറയുന്ന ഒരു അളവിനെ സൂചിപ്പിക്കുന്നതാണ്. 8 പിടി എന്നുള്ള 8 ഇങ്ങനെ മുഷ്ടിയിൽ 8 പ്രാവശ്യം എന്നുള്ള അളവിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് ഈ അഷ്ടമുഷ്ടി എന്ന് പറയുന്ന പ്രയോഗം. അപ്പൊ മുഷ്ടി എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്, അഷ്ടം എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അഷ്ടമുഷ്ടി എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. അവിടെ ഠ എന്ന് പറയുന്ന രൂപമല്ല വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കുക. അപ്പൊ അതുപോലെ ഇത്തരത്തിലുള്ള നമ്മുടെ അക്ഷരങ്ങൾ വരുന്നത് ഛ, ധ ഇവയൊക്കെ വരുന്നതിന് തമ്മിൽ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കിയാലോ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും സൗരഭ്യം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും സൗരഭ്യം അല്ലേ? ആരുടെ വരിയാണ്? കുഞ്ചൻ നമ്പ്യാരുടെ വരിയാണ് അല്ലേ? ഏതാണ്? ഈ വരികളുടെ സമാന ആശയം വരുന്ന പഴഞ്ചൊല്ലേത്? ഈ വരിയുടെ സമാന ആശയം വരുന്ന പഴഞ്ചൊല്ലേത് എന്നുള്ളതാണ് ചോദ്യം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും സൗരഭ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുല്ലപ്പൂവിന്റെ കീഴിൽ കിടക്കുന്ന കല്ലിനും ആ മുല്ലപ്പൂവിനോടുള്ള ഒരു അടുപ്പം കൊണ്ട് അതിനും അതിന്റെ ഒരു സൗരഭ്യം വരും. അതായത് നല്ല മനുഷ്യരോട് ചേരുവാണെന്നുണ്ടെങ്കിൽ ചേരുന്നവർക്കും ഒരു നല്ല നന്മയൊക്കെ ലഭിക്കും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്ന അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ആ ഒരു വഴിയിലേക്ക് തന്നെ പോകും എന്നുള്ള അർത്ഥത്തിലാണ് ആ ഒരു പഴഞ്ചൊല്ല് അല്ലെങ്കിൽ ആ ഒരു വരി എഴുതിയിരിക്കുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് ഏതാണ്? അതേ ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? മുള്ളിന്റെ ചുവട്ടിൽ മുള്ളേ മുളയ്ക്കൂ. മുള്ളിന്റെ ചുവട്ടിൽ മുള്ളേ മുളയ്ക്കൂ. അങ്ങനെയാണോ? ഒന്നായിരുന്നാലും നന്നായിരിക്കണം. ഒന്നായിരുന്നാലും നന്നായിരിക്കണം. കുന്നിക്കുരു കുപ്പയിലിട്ടാലും മിന്നും. കുന്നിക്കുരു കുപ്പയിലിട്ടാലും മിന്നും. പാലോട് ചേർന്ന വെള്ളവും പാലാകും. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഏതെങ്കിലും ഗുണമുള്ള ഒന്നിനോട് ചേർന്നാൽ ആ ഗുണമില്ലാത്തതും ഒരു വികാരവും ഇല്ലാത്തതും ഗുണമായിട്ട് തീരും, അല്ലെങ്കിൽ അതിന്റെ ചെറിയൊരു ഗുണത്തിന്റെ അംശം അതിനും വരും എന്നുള്ള അർത്ഥത്തിലാണ് എഴുതേണ്ടത്. അപ്പൊ നോക്കുന്ന സമയത്ത് പാലോട് ചേർന്ന വെള്ളവും പാലാകും. വെള്ളത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും എസൻസോ ഗുണങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടോ? കുടിക്കാൻ വെള്ളം വേണം അതിനേക്കാൾ ഉപരി. പക്ഷെ പാൽ അതിനേക്കാളും കുറച്ചുള്ള മഹത്വമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ വെറും വെള്ളവും പാലോട് ചേർന്നാൽ എന്താണ്? പാലായിട്ട് മാറും എന്നുള്ളതാണ് അവിടെ ശരിയായിട്ട് വരുന്ന ഉത്തരം. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ? വെറും കല്ലാണ്. കല്ലിന് എന്തെങ്കിലും പ്രത്യേകിച്ച് വികാരങ്ങളുണ്ടോ? ഇല്ല. പക്ഷെ അത് മുല്ലപ്പൂമ്പൊടി, മുല്ലയുടെ ചുവട്ടിലാണ് ആ കല്ല് കിടക്കുന്നുണ്ടെങ്കിൽ ആ കല്ലിനും ആ ഒരു മുല്ലയുടെ സുഗന്ധം ഉണ്ടാകും എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇവിടെ കുന്നിക്കുരു കുപ്പയിലിട്ടാലും മിന്നും എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണമുള്ളത് എവിടെ ചെന്നാലും അത് എവിടാണ് കിടക്കുന്നത് എന്നുള്ളത് കാര്യമല്ല. ഗുണമുള്ള ഏതായാലും അതിന്റെ സ്വഭാവം കാണിക്കും. അത് എവിടെയാണ്, ആരുടെ കൂടെയാണ് എന്നുള്ളതൊന്നും കാര്യമല്ല. ഗുണമുള്ള ഏതൊരാളും ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ എന്തും അത് എപ്പോഴും അതിന്റെ ഗുണം പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇനി ഒന്നായിരുന്നാലും നന്നായിരിക്കണം. പിന്നെ മുള്ളിന്റെ ചുവട്ടിൽ മുള്ളേ മുളയ്ക്കൂ അല്ലേ? മോശമായിട്ടുള്ള ഒരു കാര്യത്തിന് അല്ലെങ്കിൽ നമ്മൾ അതിന് പകരമായിട്ട് ചില പഴഞ്ചൊല്ലുകളൊക്കെ വേറെ പറയാറുണ്ട്. ഇതിനോട് ഏകദേശം ചേരുന്നതാണ് എന്താണ്? മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? അപ്പൊ മുള്ളിന്റെ ചുവട്ടിൽ മുള്ളേ മുളയ്ക്കൂ, മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ. ഇതിങ്ങനെ ആയതുകൊണ്ട് ഇതിങ്ങനല്ലേ വരത്തുള്ളൂ, വേറെ മാറാൻ വഴിയില്ലല്ലോ എന്നുള്ള അർത്ഥത്തില് പറയാറുണ്ട്. പക്ഷെ അങ്ങനൊന്നും അല്ലല്ലേ? ഓക്കെ. ഇനിയിപ്പം അടുത്തൊരു ചോദ്യത്തിലോട്ട് പോയാലോ. അപ്പൊ പാലോട് ചേർന്ന വെള്ളവും പാലാകും, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. രണ്ടും ഒരേ ആശയമാണ്. താഴെ കൊടുത്തവയിൽ കാട് എന്ന് പറയുന്ന പദത്തിന്റെ പര്യായ കൂട്ടം ഏത്? കാടിന്റെ പര്യായ കൂട്ടം ഏത് എന്നുള്ളതാണ്. വിപിനം, ആനനം, കാനനം. വാടി, വനം, വിപിനം. കാനനം, ഗഹനം, വിപിനം. അടവി, ആരണ്യം, ആനനം. ഏതാണ് കാട് എന്ന് പറയുന്ന പദത്തിന്റെ ശരിയായിട്ടുള്ള പര്യായ കൂട്ടം എന്നുള്ളതാണ് ചോദ്യം. വിപിനം എന്ന് പറഞ്ഞാൽ കാടാണ്. ആനനം എന്ന് പറഞ്ഞാൽ മുഖമാണ്, ആനന മുഖം. കാനനവും എന്ത് തന്നെയാണ്? കാട് അല്ലെങ്കിൽ വനം തന്നെയാണ്. വാടി എന്ന് പറഞ്ഞാൽ എന്താണ്? വാടി പൂന്തോട്ടമാണ് അല്ലേ? പൂന്തോട്ടം. വനം കാടാണ്, വിപിനം കാടാണ്. ഇനി കാനനം കാടാണ്, ഗഹനം എന്ന് പറഞ്ഞാൽ കാടാണ്, വിപിനം എന്ന് പറഞ്ഞാൽ കാടാണ്. അപ്പൊ ഇവിടെ ഓൾറെഡി നമുക്ക് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞു. കാനനം, ഗഹനം, വിപിനം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇനി അടവി എന്ന് പറഞ്ഞാൽ എന്താണ്? അടവി കാടാണ്. ആരണ്യം എന്ന് പറഞ്ഞാലും കാട് തന്നെയാണ്. എന്നാൽ ആനനം എന്ന് പറഞ്ഞാൽ
മുഖം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി മുഖം എന്ന് പറയുന്ന മുഖത്തിന്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? ആനനമുണ്ട്, ആനനം ഓൾറെഡി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വക്രം, ആനനം, വക്രം, ആസ്യം, വദനം, ഇതൊക്കെ എന്താ മുഖത്തിന്റെ പര്യായങ്ങളാണ്. അതുപോലെ തന്നെ പൂന്തോട്ടത്തിന് ഉദ്യാനം എന്ന് പറയുന്ന ഒരു പര്യായം കൂടി ഉണ്ട് അല്ലെ, ഉദ്യാനം. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം നോക്കാം. തെറ്റായ പദം ഏത്? വീണ്ടും ഒരു പദശുദ്ധിയാണ്. ഐച്ഛികം, യാദൃച്ഛികം, അനാച്ഛാദനം, വൃശ്ചികം. ഏതാണ് ഇവിടെ തെറ്റായ പദം? ഇവിടെ തെറ്റായ പദം ഏതെന്നുള്ളതാണ് ചോദ്യം. എന്താണ് തെറ്റായ പദം? തെറ്റായ പദം ഇവിടെ തന്നെയുണ്ട്. വൃശ്ചികം എന്ന് പറയുന്ന പദമാണ് തെറ്റായ പദം. ബാക്കി എല്ലാത്തിനും ഈ ഒരു ചായും ഛായും കൂടെ വരുന്ന രൂപം തന്നെയാണ്. വൃശ്ചികം എങ്ങനെയാണ്? വൃശ്ചികം എന്ന് എഴുതുന്നത് ദാ ഇതുപോലെയാണ്. വൃശ്ചികം എന്നുള്ളത് ഇതുപോലെയാണ്. ഇവിടെ നമുക്ക് യാദൃശ്ചികം, നമ്മൾ എപ്പോഴും പറയുന്ന സമയത്ത് യാദൃശ്ചികം എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. യാദൃച്ഛികം എന്നുള്ളതാണ് ശരിയായ പദം. അതിങ്ങനെയാണ് എഴുതുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഈ ഛ വെച്ച് എഴുതുന്ന ഛ എന്ന് വെച്ച് എഴുതുന്ന രൂപങ്ങൾ ഏതൊക്കെയാണ്? നിശ്ചയം, നിശ്ചലം, പശ്ചാത്താപം, പ്രായശ്ചിത്തം. ഇതൊക്കെ ഈ ഛ വെച്ചെഴുതുന്ന രൂപങ്ങളാണ്. ഛായും ഛായും കൂടെ ചേർന്ന ഇശ്ച എന്ന് പറയുന്ന രൂപം കൊണ്ടുള്ള പദങ്ങളാണെന്നുള്ളതുകൂടെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഛായും ഛായും കൂടെ വരുന്ന ഈ രൂപം കൊണ്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണ്? ഐച്ഛികം, യാദൃശ്ചികം, അനാച്ഛാദനം എന്നിവ കൂടാതെ ഇച്ഛ അല്ലെ, ഇച്ഛ. അതുപോലെ തന്നെ പുച്ഛം. അതുപോലെ പരീക്ഷയ്ക്ക് സാധാരണ കണ്ടുവരാറാണ് വിദ്യുച്ഛക്തി, വിദ്യുച്ഛക്തി. അതുപോലെ തന്നെ ഉച്ഛിഷ്ടം, ഉച്ഛിഷ്ടം. ഇവയെല്ലാം തന്നെ ഛായും ഛായും കൂടെ വരുന്ന ഈ ഒരു രൂപം എന്ന് പറയുന്ന ആ പദം കൊണ്ട്, ക്ഷമിക്കുക, ആ അക്ഷരത്തിൽ എഴുതുന്ന പദങ്ങളാണ്. കിട്ടിയല്ലോ? അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത ചോദ്യം ചെയ്യേണ്ടത് ചെയ്ത എന്നർത്ഥം വരുന്ന പദം ഏത് എന്നുള്ളതാണ്. ഇതും നമ്മുടെ ഒരു കഴിഞ്ഞ CPO പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ചെയ്യേണ്ടത് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചെയ്യേണ്ടത് ചെയ്ത എന്നർത്ഥം വരുന്ന പദം കൃതകാര്യ, കൃതകൃത്യ, കൃതജ്ഞ, കൃതജ്ഞ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? നമുക്കറിയായിരിക്കും. കൃതകൃത്യ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ചെയ്യേണ്ടത് ചെയ്ത എന്നർത്ഥം വരുന്ന പദം കൃതകൃത്യ, കൃതകൃത്യ എന്നുള്ളതാണ്. നമ്മുടെ കേരള പോലീസിന്റെ തന്നെ ആപ്തവാക്യം മൃദുഭാവേ ദൃഢകൃത്യേ എന്നുള്ളതാണ് അല്ലേ. മൃദുഭാവവും ദൃഢമായ പ്രവർത്തനവും, കൃത്യം എന്ന് പറഞ്ഞാൽ പ്രവർത്തനം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ മൃദുഭാവേ ദൃഢകൃത്യ എന്നുള്ളതാണ്. ഇവിടെ കൃതകൃത്യ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് ചെയ്ത എന്നുള്ള അർത്ഥമാണ്. അടുത്ത ചോദ്യം നോക്കിയാലോ. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ ഏത് എന്നുള്ളതാണ് ചോദ്യം. ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ, to add oil to the fire, to add fuel to the flame, to add oil to the flame. അപ്പോൾ ശൈലികളൊക്കെ പരിഭാഷ ചെയ്ത് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെയാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുക. ചെറിയൊരു പ്രശ്നത്തിലേക്ക് വീണ്ടും ആ പ്രശ്നം കൂട്ടാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത്. അത് പരിഹരിക്കാൻ നോക്കുന്നതിനല്ല. അപ്പൊ ടു ആഡ് ഫ്യൂൽ ടു ദ ഫയർ, ടു ആഡ് ഫ്യൂൽ ടു ദ ഫയർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ടു ആഡ് ഫ്യൂൽ ടു ദ ഫയർ, എരുതിയിൽ എണ്ണ ഒഴിക്കുക. കിട്ടിയല്ലോ? അടുത്ത ചോദ്യം നോക്കിയാലോ. ജഗൻ മനസ്സ് പിരിച്ചെഴുതുക. ജഗൻ മനസ്സ് പിരിച്ചെഴുതുക. ജഗല് അധികം മനസ്സ്, ജഗത് അധികം മനസ്സ്, ജഗൻ അധികം മനസ്സ്, ജഗൽ അധികം മനസ്സ്. ഏതാണ്? ജഗൻ മനസ്സ് എന്ന് പറയുന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് കിട്ടുന്നത്? ജഗൻ മനസ്സ്. ജഗത് അധികം മനസ്സ് എന്നുള്ളതാണ് ജഗൻ മനസ്സ്. ജഗത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജഗത് എന്ന് പറഞ്ഞാൽ ഭൂമി എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ. അപ്പൊ ജഗത് മനസ്സ്, ജഗത് അധികം മനസ്സാണ് ജഗൻ മനസ്സ് എന്ന് പറയുന്ന പദമായിട്ട് മാറുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പിരിച്ചെഴുത്ത് രൂപങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. നോക്കാം. ആലത്തൂർ കാക്ക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ആലത്തൂർ കാക്ക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം ശ്ലോകത്തിൽ കഴിക്കുന്നവൻ, ഒറ്റുകാരൻ, ആശിച്ചു കാലം കഴിക്കുന്നവൻ, അവസാനം കാണുന്നവൻ. ആലത്തൂർ കാക്ക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം ആശിച്ചു കാലം കഴിക്കുന്നവൻ എന്നുള്ളതാണ്. എന്താണ്? ആശിച്ച് കാലം കഴിക്കുന്നവൻ എന്നുള്ളതാണ് ആലത്തൂർ കാക്ക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം. അതുപോലെ അങ്കുലി പരിമിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്കുലി പരിമിതം, അങ്കുലി പരിമിതം എന്ന് വെച്ചാൽ പരിമിതമായ കുറവുള്ള വസ്തു എന്നുള്ളതാണ്. അട്ടിപ്പേർ, അട്ടിപ്പേർ എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്?
സ്വന്തവും ശാശ്വതവുമായത് എന്നുള്ളതാണ്. എന്താണ് അട്ടിപ്പേർ എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം? സ്വന്തവും ശാശ്വതവുമായത് എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, വിപരീത പദം എഴുതുക. പദം ഏതാണ്? വിയോഗം. വിയോഗം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ സംയോഗം, ബി യോഗം, സി നിയോഗം, ഡി അവിയോഗം. ഏതാണ് വിയോഗം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം? സംയോഗമാണ് അല്ലെ? സംയോഗവും വിയോഗവും അല്ലെ? വിയോഗം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് സംയോഗം എന്നുള്ളതാണ്. സംയോഗവും വിയോഗവും. ശ്രദ്ധിക്കണേ. അടുത്ത ചോദ്യം നോക്കിയാലോ? ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹഗം, വിഹഗം എന്നർത്ഥം വരുന്ന പദം ഏത്? ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹഗം എന്നർത്ഥം വരുന്ന പദം ഏത്? ദിക്ക്, വിശ്വം, അശ്വം, പക്ഷി. ഏതാണ് വിഹഗം എന്ന് പറയുന്ന പദത്തിനർത്ഥം? വിഹഗം. വിഹഗം എന്ന് പറയുന്ന പദത്തിനർത്ഥം പക്ഷി എന്നാണ് അല്ലെ? പക്ഷി. വിഹഗം പക്ഷി എന്നാണ് അർത്ഥം. ഇത് കൂടാതെ തന്നെ ദ്വിജം, പത്രി, അതുപോലെ തന്നെ നീടജം, ഖഗം എന്നിവയൊക്കെ തന്നെ എന്താണ്? പക്ഷി എന്ന് പറയുന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ്. ഏതാണ്? പക്ഷി എന്ന് പറയുന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ്. വിഹഗ വീക്ഷണം എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. എന്താണ് വിഹഗ വീക്ഷണം എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം? വിഹഗ വീക്ഷണം എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം ഒരു മൊത്തത്തിലുള്ള വീക്ഷണം എന്നുള്ള അർത്ഥത്തിലാണ്. ഒന്നിന്റെയും വിശദാംശങ്ങളിലേക്ക് കടക്കാതെ പുറമേ നിന്നുള്ള ഒരു നിരീക്ഷണത്തിനെയാണ് വിഹഗ വീക്ഷണം എന്ന് പറയുന്ന ശൈലി അർത്ഥമാക്കുന്നത്. കിട്ടിയല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ നമുക്ക്? അടുത്ത ചോദ്യം എന്താണ്? ചേർത്തെഴുതുക എന്നുള്ളതാണ്. ദു അധികം ജനം, ദു അധികം ജനം എന്ന് പറയുന്നത് ചേർത്തെഴുതുമ്പോൾ എന്ത് രൂപം ലഭിക്കും എന്നുള്ളതാണ്. ദുജനം, ദുജനം, ദുർജനം, ദുജനം. ഏതാണ്? നമ്മളെപ്പോഴും ഈ ഒരു ചിഹ്നം ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇർ എന്ന് പറയുന്നതിനെ കുറിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ദു അധികം ജനം എന്ന് പറയുന്നത് ദുർജനമാണ്. ഇത് വരാത്തത് ഓൾറെഡി ഇർ എന്ന് പറയുന്ന പദം ഉള്ളത് കൊണ്ട് തന്നെ, ഇർ എന്ന് പറയുന്ന അക്ഷരം ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതിടേണ്ട കാര്യമില്ല. അപ്പോ ദു അധികം ജനം, ദുഹു അധികം ജനം എന്ന് പറഞ്ഞാൽ ദുർജനമാണ്. നമ്മൾ നേരത്തെയും ഇതുപോലെ ഒരു ഉദാഹരണം നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതാണ്? നിർ അധികം ആമയമാണ് എന്താണ്? നിരാമയമായിട്ട് മാറുന്നത്. നിരാമയമായിട്ട് മാറുന്നത്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക. ദു അധികം ജനമാണ് ദുർജനം എന്ന് പറയുന്ന ഒരു പദമായിട്ട് മാറുന്നത്. കിട്ടിയല്ലോ? അടുത്ത ചോദ്യം നോക്കിയാലോ? ശരിയായ ജോഡി ഏത് എന്നുള്ളതാണ് കേട്ടോ. ശരിയായ ജോഡി എന്നാണ്. ഒരു പദത്തിന്റെ തന്നെ പര്യായങ്ങളാണ് നൽകിയിരിക്കുന്നത്. മുഖം, വദനം, ആനന്ദം, മഞ്ഞ്, നീഹാരം, തുഷാരം, തോഴൻ, ചെങ്ങാതി, അനിലൻ, വീഥി, വഴി, പദ. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ള പര്യായങ്ങൾ അടങ്ങിയിരിക്കുന്ന ജോഡി ഏതെന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? മുഖം, വദനം എന്ന് പറഞ്ഞാൽ മുഖം എന്നുള്ള അർത്ഥത്തിന്റെയാണ്. ആനന്ദമല്ല, ആനനമാണ് മുഖം. ഇനി മഞ്ഞ്, നീഹാരം, തുഷാരം ഇതെല്ലാം മഞ്ഞിന്റെ പര്യായങ്ങൾ തന്നെയാണ്. മഞ്ഞ്. അതുപോലെ തന്നെ പ്രാലേയവും മഞ്ഞ് തന്നെയാണ് അല്ലെ? പ്രാലേയം എന്ന് പറയുന്ന പദവും മഞ്ഞ് തന്നെയാണ്. ഇനി തോഴൻ, ചെങ്ങാതി, സുഹൃത്ത് എന്നൊക്കെ പറയുന്നതാണ് ഫ്രണ്ട് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. അനിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റാണ്. അനലൻ എന്ന് പറഞ്ഞാൽ തീ ആണ്. അതുപോലെ തന്നെ വീഥി, വഴി, പദം. പദം എന്നുള്ളതായിരുന്നെങ്കിൽ അത് ശരിയായിട്ട് വന്നേനെ. അപ്പൊ മഞ്ഞ്, നീഹാരം, തുഷാരം, പ്രാലേയം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പര്യായങ്ങളുടെ കൂട്ടം. കിട്ടിയല്ലോ? അടുത്ത ചോദ്യം നോക്കിയാലോ? പിരിച്ചെഴുതുക. അവൻ, അവൻ എന്ന് പറയുന്ന പദത്തെ പിരിച്ചെഴുതാനാണ് അവ അധികം ഇൻ, ആ അധികം വൻ, ആ അധികം അൻ, അവ അധികം ഇൻ. ഏതാണ്? ആ അധികം അൻ ആണ് അവൻ. അവൾ ഓ അവൾ. ആ അധികം അൾ ആണ് അവൾ. അവറോ അവർ. ആ അധികം അർ ആണ് അവർ. ഇനി ഇവൾ, ഇവൾ. ഈ അധികം അള്ളാണ് ഇവൾ, ഇവൾ. ഓക്കെ, അതുപോലെ തന്നെ ഇവർ. ഈ അധികം അർ ആണ് ഇവർ ആയിട്ട് മാറുന്നത്. ഓക്കെ, കിട്ടിയല്ലോ? അപ്പം ആ അധികം അന്നാണ് അവൻ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ നിങ്ങൾ, നിങ്ങൾ.
നിങ്ങൾ എന്ന് പറയുന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? നിൻ അധികം കൾ ആണ് നിങ്ങൾ അല്ലെ. നിൻ അധികം കള്ളാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കി വെക്കുക. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന് സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏത്? കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന് സൂചന നൽകുന്ന പഴഞ്ചൊല്ല്. ഓപ്ഷൻ എ, കന്നിനെ 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 കയം കാണിക്കരുത്. ബി, നിത്യാഭ്യാസി ആനയെ എടുക്കും. സി, മിന്നുന്നതെല്ലാം പൊന്നല്ല. ഡി, നാട് ഓടുമ്പോൾ നടുവേ ഓടണം. എന്താണ്? കാലദേശങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണം എന്ന് പറയുന്ന ആശയം ലഭിക്കുന്ന പഴഞ്ചൊല്ല് ഏതെന്നുള്ളതാണ്. ഏതാണ്? പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. നാട് ഓടുമ്പോൾ നടുവേ ഓടണം. ഇതുപോലെ തന്നെ പറയുന്ന മറ്റൊരു പഴഞ്ചൊല്ലാണ് എന്താണ്? പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ അതിന്റെ നടുക്കണ്ടം തിന്നണം, അല്ലെങ്കിൽ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ നടുക്കഷ്ണം തിന്നണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിനോട് ചേർന്ന ഒരു പഴഞ്ചൊല്ല് തന്നെയാണ് എന്താണ്? നാട് ഓടുമ്പോൾ നടുവേ ഓടണം. കാലത്തിന്റെയും ദേശത്തിന്റെയും ഒക്കെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് ഇണങ്ങി ജീവിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ഇനി കന്നിനെ കയം കാണിക്കരുത്. പ്രലോഭനത്തിൽ വീഴും ഉറപ്പുള്ള ഒന്നിനെ മനഃപൂർവ്വം അതിലേക്ക് തള്ളിവിടരുത്. കന്നിനെ കയം കാണിക്കരുത്. കന്നെന്ന് പറഞ്ഞാൽ പശുക്കുട്ടി എന്നുള്ള അർത്ഥത്തിലാണ്. അതിനെ കയം, കാഴമുള്ള സ്ഥലം, തേക്കനെ കൊണ്ടുവന്ന് എത്തിക്കരുത്. അപ്പം പുതുതായിട്ട് ആഗ്രഹിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് അതോടി പോയിരിക്കും, പക്ഷെ അത് ചിലപ്പോൾ അബദ്ധത്തിലോട്ടായിരിക്കും ചെന്ന് പറ്റുന്നത്. അപ്പോൾ പ്രലോഭനങ്ങളിലേക്ക് മനുഷ്യരെ അല്ലെങ്കിൽ പ്രലോഭനങ്ങളിലേക്ക് മനഃപൂർവ്വം തള്ളിവിടരുത് എന്നുള്ള അർത്ഥത്തിലാണ് കന്നിനെ കയം കാണിക്കരുത്. നിത്യാഭ്യാസി ആനയെടുക്കും. എന്താണ് നിത്യാഭ്യാസി ആനയെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിരന്തരമുള്ള അഭ്യാസത്തിന്റെ, പ്രാക്ടീസിന്റെ മഹത്വത്തിനെ പറ്റി പറയുന്നതാണ് അല്ലെ. പ്രാക്ടീസ് ഉള്ളവർക്ക് പെട്ടെന്ന് കാര്യം ചെയ്തു തീർക്കാനായിട്ട് പറ്റും. അപ്പൊ പ്രാക്ടീസിന്റെ ഒരു മഹത്വത്തിനെ പറ്റി പറയുന്നതാണ് നിത്യാഭ്യാസി ആനയെ എടുക്കും. സി, മിന്നുന്നതെല്ലാം പൊന്നല്ല അല്ലെ. എപ്പോഴും നല്ലതാണെന്ന് കരുതി മിന്നുന്നതെല്ലാം അത് നല്ലതായിക്കൊള്ളണമെന്നില്ല എന്നുള്ള സൂചനയാണ്. അതും ഒന്നും അറിയാവുന്നതാണ്. നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ളതാണ് കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല്. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. എവരി പോട്ടർ, കുടം ഉണ്ടാക്കുന്ന എല്ലാവരും അവനവന്റെ കുടത്തെ പ്രൈസ് ചെയ്യും, പ്രകീർത്തിക്കും എന്നുള്ളതാണ്. ശരിയായിട്ടുള്ള പരിഭാഷ ഏത്? കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കരുത്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്. കുന്തം പോയാൽ കുടത്തിലും തപ്പണം. എന്താണ്? എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. എല്ലാ എന്താണ് കുടം ഉണ്ടാക്കുന്നവരും അവനവൻ ഉണ്ടാക്കിയ കുടത്തെ പ്രകീർത്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന് സ്വന്തമായതെല്ലാം അവനവന് വലിയ കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവനവന്റെ കാര്യങ്ങളെല്ലാം അവനവന് വലിയ കാര്യം തന്നെയാണ് എന്ന് പറയുന്ന സൂചനയാണ്. അപ്പൊ എന്താണ്? കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള പഴഞ്ചൊല്ല്. എന്താണ്? കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട് എന്ന് പറയുന്ന ആ ഒരു ശൈലിയോട് ചേർന്ന് നിൽക്കുന്നത് ഇവിടെ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ളതാണ്. കിട്ടിയല്ലോ. അടുത്തത് നോക്കിയാലോ? ശരിയായ രൂപം ഏത്? ഇവിടെ ഒരു പദശുദ്ധിയാണ് വന്നേക്കുന്നത്. കൈയെഴുത്ത്, 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 കൈയെഴുത്ത്. ഏതാണ് ശരിയായിട്ടുള്ള രൂപം? കൈയെഴുത്ത് എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും തെറ്റിച്ചെഴുതുന്നതാണ് കൈയെഴുത്ത്. അതുപോലെ തന്നെ കൈപ്പട, കൈത്തലം. കൈ അധികം എഴുത്താണ് കൈയെഴുത്തായിട്ട് മാറുന്നത്. അപ്പൊ ഒരിക്കലും കൈയെഴുത്ത്, കൈയെഴുത്ത് എന്ന് പറയുന്ന രീതി സ്ഥിരമായിട്ട് എഴുതി കാണാറുണ്ട്, പക്ഷെ അത് തെറ്റായിട്ടുള്ള രൂപമാണ്. ശരിയായിട്ടുള്ള രൂപം കൈയെഴുത്ത്, കൈയെഴുത്ത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. അതുപോലെ തന്നെയാണ് കൈപ്പട, കൈത്തലം എന്നൊക്കെ എഴുതുന്നതെല്ലാം ഇതേപോലെ തന്നെയാണ്. അപ്പൊ അത് ഓർത്തു വെച്ചേക്കാം. അടുത്ത ചോദ്യം നോക്കിയാലോ? വ്യാകരണം അറിയുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം. വ്യാകരണം അറിയുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം. വൈയാകരണൻ, വൈയാകരണൻ, വ്യാകരണൻ, വ്യാകരണക്കാരൻ. ഏതാണ്? വ്യാകരണം അറിയുന്നവൻ എന്നുള്ളതിന്റെ ഒറ്റപ്പദം ഏതാണ്? വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഒറ്റപ്പദം. ഒറ്റപ്പദവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മള് ഇപ്പോ ജനകന്റെ പുത്രി ഒറ്റപ്പദം ഏതാണ്? ജാനകി. ദ്രുപദന്റെ പുത്രി ദ്രൗപദി എന്നിങ്ങനെയുള്ള ഒറ്റപ്പദങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അറിയാനുള്ള ആഗ്രഹം എന്താണ്? ജിജ്ഞാസ. അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു അല്ലെ. ചെയ്യാനുള്ള ആഗ്രഹത്തിന് എന്താണ് പറയുന്നത്? ചികീർഷ. ചികീർഷ എന്നുള്ളതാണ് പറയുന്നത്. വിജയിക്കാനുള്ള ആഗ്രഹം വിജിഗീഷു അല്ലെങ്കിൽ വിജിഗീഷ എന്നുള്ളതാണ്.
വിജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ വിജുഗീഷു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് എന്താണ്? ചിലർ എന്ന് പറയുന്ന പദം ഏത് വചനമാണ്? വീണ്ടും വചനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചിലർ എന്ന പദം ഏത് വചനമാണ്? ഏകവചനമാണോ, സലിംഗ ബഹുവചനമാണോ, അലിംഗ ബഹുവചനമാണോ, ദ്വിവചനമാണോ? എന്താണ് ചിലർ എന്ന് പറയുന്ന പദം? ചിലർ എന്ന് പറയുന്ന പദം എന്ന് പറയുന്നത് ഒരാളെ സൂചിപ്പിക്കുന്നതാണോ, ഒന്നിലധികം ആൾക്കാരെ സൂചിപ്പിക്കുന്നതാണോ? ഉറപ്പായിട്ടും ഒന്നിലധികം ആൾക്കാരെ സൂചിപ്പിക്കുക. ചിലർ അവിടെ നിൽക്കുന്നത് കണ്ടു എന്ന് പറയുന്നത് ഒരാളെ സൂചിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഏകവചനമല്ല, നമുക്ക് ആദ്യം തന്നെ മനസ്സിലായി. ഇനി സലിംഗ ബഹുവചനമാണോ അലിംഗ ബഹുവചനമാണോ എന്നുള്ളതാണ് സംശയം. ദ്വിവചനവുമല്ല. ദ്വിവചനം എന്ന് പറയുന്നത് രണ്ടു പേരെ സൂചിപ്പിക്കുന്നതാണ്. മലയാളത്തിൽ അങ്ങനെ ഒരു വചന രീതി ഇല്ല. പക്ഷെ ഇവിടെയും രണ്ടുപേരെ സൂചിപ്പിക്കുന്ന രീതിയിലല്ല അവിടെ തന്നിരിക്കുന്നത് ചിലർ. അപ്പൊ ഒന്നിലധികം ആൾക്കാരുണ്ട്, രണ്ടിൽ കൂടുതൽ ആൾക്കാരെ സൂചിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ സലിംഗ ബഹുവചനമാണോ അലിംഗ ബഹുവചനമാണോ എങ്ങനെ തിരിച്ചറിയാം? സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ ലിംഗമുള്ളത്, ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതെല്ലാം സലിംഗ ബഹുവചനമാണ്. ഇവിടെ ചിലർ എന്ന് പറയുന്നത് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഉണ്ടായിരിക്കും. ആ ചിലർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അലിംഗ ബഹുവചനം എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അലിംഗ ബഹുവചനമാണ്. ചിലർ എന്ന് പറയുന്നത് അലിംഗ ബഹുവചനത്തിന്റെ ഉദാഹരണമാണ്. ഇത്തരത്തിലും വചനവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാലോ. മാൻ എന്ന വാക്കിന്റെ പര്യായം ഏത്? കേസരി, വാരണം, ഏണം, വാരിജം. ഇതിലേതാണ് മാൻ എന്ന് പറയുന്ന പദത്തിന്റെ ശരിയായിട്ടുള്ള പര്യായ പദം? ഏതാണ്? വാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വാരണം എന്ന് പറഞ്ഞാൽ ആന എന്നാണ്. വാരിജം, വാരിയിൽ നിന്ന് ജനിക്കുന്നത്, താമര എന്നുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ കേസരി എന്ന് പറയുന്ന പദം ഏതാണ്? സിംഹം എന്നാണ് അർത്ഥം. അപ്പം ഏണം എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. മാൻ എന്ന് പറയുന്ന പദത്തിന്റെ ശരിയായിട്ടുള്ള പര്യായം ഏണം എന്നുള്ളതാണ്. ഇനി താമരയുടെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? താമര, അരവിന്ദം, അരവിന്ദം, പത്മം, അതുപോലെ തന്നെ അംബുജം, അല്ലെ? അംബുജം. പിന്നെന്തുണ്ട്? കമലം, അതുപോലെ തന്നെ സരോജം, സരസിജം, നളിനം. ഇവയൊക്കെ തന്നെ എന്താണ്? താമരയുടെ പര്യായങ്ങളാണ്. ഇനി ആനയുടെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? ആന എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? ഗജമുണ്ട്, കരി, അതുപോലെ തന്നെ ഹസ്തി, ദന്തി എന്നിവയൊക്കെ തന്നെയും എന്താണ്? ആന എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങളാണ്. ഇനി സിംഹത്തിന്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? സിംഹം, സിംഹം എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങൾ ഹരി, അതുപോലെ കണ്ഠീരവം, കണ്ഠീരവൻ എന്നൊക്കെ പറയുന്നതെല്ലാം നമ്മുടെ കേസരി അല്ലെങ്കിൽ സിംഹം എന്ന് പറയുന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ്. അപ്പൊ ഇത്തരത്തിൽ പര്യായങ്ങളും കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ CPA പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള 25 ചോദ്യങ്ങളായിരുന്നു ഇന്ന് ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ആരെങ്കിലും നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ മറ്റ് കൂടുതൽ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. CPA പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഒരുപാട് വീഡിയോകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. അടുത്തൊരു ക്ലാസ്സിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നന്ദി.